നമസ്കാരം, ഡെമോക്രസിയിലേക്ക് സ്വാഗതം. ബാർ വിഷയം വന്നതോടെ കേരളത്തിലെ മികച്ച നടന്മാർ എന്ന സ്ഥാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എക്സൈസ് മന്ത്രി കെ ബാബുവും കൈയടക്കി വച്ചിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. KPCC പ്രസിഡന്റ് തലകുത്തി മറിഞ്ഞിട്ടും താൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ കുറ്റിയടിക്കാനുള്ള ഉമ്മച്ചൻ്റെ നീക്കങ്ങൾ ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. KM മാണി കോഴ വാങ്ങിയെന്ന ആരോപണം നിയമസഭയിൽ ഉയർത്തി സർക്കാരിനെ വെട്ടിലാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ഉമ്മച്ചൻ കുലുങ്ങുന്ന മട്ടില്ല. ഇനി വരുന്ന തലമുറയ്ക്ക് ബാറുകൾ കാണാൻ യോഗമുണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന കുടിയന്മാർക്ക് ആശ്വാസം പകരുന്നതാണ് സർക്കാരിൻ്റെ കള്ളക്കളി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറു കാണാൻ കഴിയുമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറു കാണാൻ കഴിയുമോ? മലിനമായൊരു ബാറിൻ പേരിൽ മറ്റു ബാറുകൾ പൂട്ടണോ? മലിനമായൊരു ബാറിൻ പേരിൽ മറ്റു ബാറുകൾ പൂട്ടണോ? കാര്യം ബുദ്ധിജീവിയൊക്കെ ആണെങ്കിലും കള്ളക്കളികൾ പൊളിക്കാൻ തോമസ് ഐസക്കിന് പ്രത്യേക മിടുക്കാണ്. ഈ മദ്യത്തിന്റെ അടിത്തറ ഇളകയാണ്. 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിൽ ഇങ്ങനെ വലിയ അകലമൊന്നുമില്ല. ഇവിടെയൊക്കെ ഇനി ഓരോ ദിവസം കഴിയും തോറും ബാറുകളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെയല്ല മദ്യം ഉണ്ടായത്. വാളുവയ്ക്കാൻ തപസിലാണി നിവിടെ എല്ലാ കുടിയരും. വാളുവയ്ക്കാൻ തപസിലാണി നിവിടെ എല്ലാ കുടിയരും. ദാഹനീരിനു നാവു നീട്ടി ബീവറേജിൻ വരിയില. 2011 ഡിസംബർ 9 ആദ്യത്തേത്. നിങ്ങൾ 3 സ്റ്റാറിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എതിർത്തില്ലല്ലോ, ഞങ്ങളും സ്വാഗതം ചെയ്തു. നല്ല കാര്യം. C&G റിപ്പോർട്ട് വന്നതോടുകൂടി പ്രശ്നങ്ങളായി നിങ്ങൾ ജസ്റ്റിസ് രാമേന്ദ്രനെ ഏകാംഗ കമ്മീഷനാക്കി വെച്ചു. 2ാം അംഗം കഴിഞ്ഞു. നിയമസഭയിൽ എതിർപക്ഷത്ത് മാണിസാറാണെങ്കിൽ ഐസക്കിന് ആവേശം കൂടും. സർ, ആ രേഖ മേശപ്പുറത്ത് വെച്ചാലും 28-ന് ആ രേഖ മേശപ്പുറത്ത് വെച്ചാലും 28-ന് ക്ലിയർ ചെയ്ത് ധനമന്ത്രി കൊടുത്തു. ബാർ ഉടമകൾ പറയുന്നത് അതിനിടയിൽ ഇടപാട് നടന്നു എന്നാ. ആ പ്രശ്നം. ആയിക്കോട്ടെ, ഇടപാടൊക്കെ നിങ്ങളാ നടത്തിയത്. സാറേ, കുപിതനാവല്ലേ, കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന്. ഞാൻ ചർച്ച ചെയ്യാൻ നിൽക്കുകയാണ്. ദാഹനീരിനു നാവു നീട്ടി ബീവറേജിൻ വരിയില. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറു കാണാൻ കഴിയുമോ? ബാറു കാണാൻ കഴിയുമോ? ഒബ്ജക്റ്റ് ഇതിന് രണ്ട് കാരണമാണ് അങ്ങ് പറഞ്ഞത്. 1, ഏകാംഗ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. 2, ടാക്സ് സെക്രട്ടറി റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിയമം നോക്കണ്ടേ? സർ, ഈ 2 റിപ്പോർട്ടും പരിണതപ്രജ്ഞനായ അങ്ങേക്ക് അറിയാലോ. ഈ പറയുന്ന 418 കൊടുക്കാനുള്ള നിർദ്ദേശമാണ്. പിന്നെ എന്ത് നിയമ വകുപ്പാണ് നിങ്ങൾ നോക്കുന്നത്? റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ കാര്യം പറഞ്ഞാൽ സർ, എത്ര തീരുമാനങ്ങൾ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വരുന്നു. വെയിറ്റർ മുന്നിൽ ടിപ്പിനായി കാത്തുനിന്നൊരു നാളുകൾ. വെയിറ്റർ മുന്നിൽ ടിപ്പിനായി കാത്തുനിന്നൊരു നാളുകൾ. ബാറിൽ തന്നെ കിടക്കണമെന്ന് മനസ്സിൽ കരുതിയ നാളുകൾ. ബാറിൽ തന്നെ കിടക്കണമെന്ന് മനസ്സിൽ കരുതിയ നാളുകൾ. ഇവിടെയാണെങ്കിൽ ഏജ് നോക്കിയിട്ട് വന്ന അതിൻ്റെ അല്ലേ നിയമമന്ത്രിയായ അങ്ങക്ക് ഏജ് ഇത്ര വിശ്വാസക്കുറവാ? അപ്പോൾ ഇതൊന്നുമല്ല കാരണം ഞാൻ അവസാനം വീണ്ടും വരാം. ബിജു രമേശൻ്റെയൊക്കെ പറഞ്ഞ വാദങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഇനി വരും ഒരു തലമുറയ്ക്ക് ബാറു കാണാൻ കഴിയുമോ? ബാറു കാണാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെയല്ല. ഏപ്രിൽ 2-ന് 418 ബാറുകൾ തൽക്കാലമില്ല, 312 ക്ലാസിഫൈഡ് ബാറുകൾ കൊടുക്കാനും തീരുമാനം. കാരണം എന്താ? ഇലക്ഷന് തൊട്ട് മുമ്പാണ് KPCC പ്രസിഡന്റ് രംഗപ്രവേശനം ഇന്ന് ഇവിടെയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിലപാടെന്താ? 412 കൊടുക്കാൻ പാടില്ലെന്നല്ല, ഇലക്ഷൻ കഴിയുന്നവരെ മാറ്റി നിർത്താം. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തർക്കം ആരംഭിച്ചു. എന്തായാലും വന്ന് 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് നൽകണമെന്ന് കോടതി പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇതിനെതിരെ അപ്പീൽ നൽകാനും ഇരുതലമൂരികൾ അല്പമൊന്ന് മടിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 29 തീയതി വരെ ഡേറ്റ് ഉണ്ടായിരുന്നു, 25 തീയതി ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്ന്.
സർ, അത് ഹൈക്കോടതി ഇന്ന് ചോദിച്ചതിന് ശേഷമല്ലേ? ബാർ ഉടമകൾ പോയ കേസിലെ ഹൈക്കോടതി ചോദിച്ചു, സർക്കാർ അപ്പീൽ കൊടുക്കുന്നില്ലേ? UDF യോഗം ചേരേണ്ടി വന്നില്ലേ? ആ UDF യോഗത്തിൽ ചർച്ച വന്നില്ലേ? UDF യോഗത്തിൽ ചർച്ച വന്നു. ഇത് വെച്ച് താമസിപ്പിക്കുന്നത് നമുക്ക് മാനഹാനി ഉണ്ടാക്കും, അതുകൊണ്ട് അപ്പീൽ അടിയന്തരമായി കൊടുക്കണം എന്നൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നില്ലേ എക്സൈസ് മന്ത്രി നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാനായിട്ട്? കള്ളടിച്ച് പാട്ടുപാടി റോഡിൽ കിടന്നൊരു നാളുകൾ, ഇനിയതെല്ലാം ഓർമ്മ മാത്രം, ഇനി വരില്ല നാളുകൾ, ഇനിയതെല്ലാം ഓർമ്മ മാത്രം, ഇനി വരില്ല നാളുകൾ. ബഹുമാനപ്പെട്ട തോമസ് 12 മിനിറ്റായി. 12 മിനിറ്റ്. ഈ ബിജു രമേശൻ സാർ കേൾക്കൂ, നല്ല രസമാണത്. ബിജു രമേശൻ പറയുന്നു, അതെല്ലാം കൂടി നിരത്തി കണക്ക് പറയുകയാണെങ്കിൽ മന്ത്രിസഭ തന്നെ കാണില്ല. മന്ത്രിസഭ തെറിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഒരാളെ പിടിച്ചു വളച്ചു, അത് കോംപ്രമൈസ് ചെയ്ത് നമുക്ക് ഈ അസോസിയേഷനിൽ ബാക്കിയുള്ളവർക്ക് വരുന്നിരിക്കുന്ന അവസ്ഥയിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവർ രാഷ്ട്രീയക്കാരൊന്നുമല്ല, നിങ്ങളെ മറിച്ചിടാനൊന്നും അവർക്ക് താല്പര്യമില്ല. ഒരാളെ പിടിച്ചു, അത് ദുർബലമായ കണ്ണി ഏത് എന്ന് നോക്കിയിട്ട് അവിടെ തന്നെ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് വിലപേശ പാറ പോലെ എല്ലാവരും പുറകിലും മുമ്പിലോട്ട് ഉറച്ചു നിന്നോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ജോർജ് ഒക്കെ ചോദിക്കണേ, ബാക്കി പണം ഇവിടെ പോയി എന്നുള്ളത്. അഭിനയിക്കാൻ PC ജോർജ് മോശക്കാരനല്ല. ഐസക് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി ജോർജ് പറയട്ടെ. അങ്ങനെ ഐസക് കേരള ക്യാബിനറ്റിൽ നടന്ന രഹസ്യമാണെന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നു. ഐസക്കിനോട് ക്യാബിനറ്റ് രഹസ്യം ചോർത്തി തന്ന ആരാ? അതുകൂടി ജനങ്ങളൊന്നും അറിയട്ടെ. ഐസക് അതൊന്ന് പറ. ജോർജ്, വിഷയം മാറ്റണ്ട, അതൊക്കെ പിന്നെ പറയാ വർത്താനം. ശരി, ഇപ്പൊ ഞാൻ ഐ ആം ഓൺ ദ ഫ്ലോർ. തോമസ് ഐസക് ആ പറഞ്ഞതിന്റെ പച്ചമലയാളം വിഷയം മാറ്റാനുള്ള ഞുണുക്കുവേല കയ്യിലിരിക്കട്ടെ എന്നാണ്. കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് നടക്കണ അഴിമതി. അപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹത്തിനാണ് അവസാനത്തെ ചിരി. എവിടെയാണോ തുടങ്ങിയപ്പോൾ ഈ നാടകം വന്ന് നിൽക്കുമെന്ന് കരുതിയോ അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറു കാണാൻ കഴിയുമോ? ബാറു കാണാൻ കഴിയുമോ? ബാറുകൾ അത് കുടിയന്മാരുടെ ദുഃഖം മാറ്റാൻ തുറക്കണം. ബാറുകൾ അത് കുടിയന്മാരുടെ ദുഃഖം മാറ്റാൻ തുറക്കണം. ബാറുകൾ അത് കുടിയന്മാരുടെ തെറികൾ കേൾക്കാൻ തുറക്കണം. ബഹുമാനപ്പെട്ട ചെയർ സമയം കഴിഞ്ഞെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ ഇടവേളയ്ക്ക് ശേഷം സഭാ നടപടികൾ തുടരും. ഒരു കീറക്കടലാസിൽ മുഖ്യമന്ത്രി നയം പ്രഖ്യാപിക്കുന്നു, പിന്നെ കുറെ നാടകം കളിക്കുന്നു, ഇപ്പോൾ വീണ്ടും ഏകപക്ഷീയമായി നയം മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതെന്താണ് സാർ? ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അപ്പുറത്തിരിക്കുന്ന എന്റെ സ്നേഹിതന്മാർക്ക് ഒരു നാണവും തോന്നുന്നില്ലേ? സഭ നടന്നുകൊണ്ടിരിക്കുമ്പം നിയമസഭയ്ക്ക് പുറത്ത് അങ്ങ് തന്നെ പറ. ഏതിന് പറയണം? ഞാൻ രണ്ടും പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുകയാണ്.